എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പം ഡൽഹിയിലോട്ട് വന്നേക്കുക. ഡൽഹി വന്നിട്ട് ഇപ്പം നമ്മളെ ഇന്നൊരു തീയൽ നമുക്കൊന്ന് വെക്കാം. നാട്ടിൽ നിന്ന് ഞാൻ കൊച്ചുള്ളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചുള്ളിയൊക്കെ കൊണ്ടുവന്ന് ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു തീയൽ വെക്കാവുന്നു. അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടാണ് തീയൽ വെക്കുന്നത്. അപ്പം തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ച് ഇനി അതൊന്ന് നിങ്ങളെ കാണിക്കാൻ തിരുമ്മിയിട്ട് നമുക്കതൊന്നും വറക്കാം. അപ്പം ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്കൊന്ന് തിരുമ്മാം. അപ്പം എൻ്റെ ചിരവ് കണ്ടോ നിങ്ങളെല്ലാവരും? ഇങ്ങനത്തെ ചിരവയാണ് കണ്ടോ. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ വയറുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമക്കിയാൻ പറ്റും. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്കങ്ങ് ജോലിയായിരുന്നു. മൊത്തം ഇവിടെ എല്ലാം പൊടിയൊക്കെ പിടിച്ചത് നിലവിളക്കൊക്കെ തേച്ച് വെക്കാൻ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം അങ്ങ് 3 ദിവസം ഞങ്ങൾ രാജധാനിക്കാണ് വന്നത്. 3 ദിവസത്തെ 2.5 ദിവസം ട്രെയിനിനകത്തിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര പൊടി. നമ്മൾ ഒരു മുറി തേങ്ങയും 2 ഉള്ളിയും കൂടെ അതിനകത്ത് അരിഞ്ഞിട്ട്, കരിയാപ്പില ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം നമുക്കിനി ഒരു 10-25 ഉള്ളി പൊളിക്കണം. പൊളിച്ചിട്ട് നമുക്ക് ഇത്രയും ഉള്ളിയുണ്ട്, അതിൻ്റെ കുറച്ചുള്ളി എടുത്തിട്ട് നമുക്ക് പൊളിച്ച് പച്ചമുളകുമായിട്ട് ബാക്കിയെല്ലാം ചേർക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ. നമ്മളിപ്പം ഗ്യാസിലോട്ട് ഒരു പാൻ എടുത്ത് വെച്ചു. ആ പാൻ എടുത്ത് വെച്ചിട്ട് നമുക്കിനി അത് ഒന്നിങ്ങനെ തേങ്ങ വറക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം നമുക്ക് ഈ അടുപ്പിലൊന്ന് കത്തിക്കും. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലെടുക്കും. അപ്പം നമ്മൾ തേങ്ങയും 2 ഉള്ളിയും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്ത് മൂപ്പിക്കും. നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരു നുള്ളു പെരിഞ്ജീരകം ഇടാം അതിനകത്ത്. ഒരു നുള്ളു പെരിഞ്ജീരകം ഇടുന്നത് നല്ലതാണ്. നമുക്ക് ഒരു ഇത്രയും പെരിഞ്ജീരകം ഞാനിടും. അപ്പം ആ പെരിഞ്ജീരകം കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിക്കും. ഡൽഹി ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ്. ഇപ്പം പിന്നെ പകലൊക്കെ ഇച്ചിരി തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ വൈകിട്ട് തണുപ്പുണ്ട്. എന്നാലും വലിയ തണുപ്പായിട്ടില്ല. ഇനി ഒരു ഡിസംബറൊക്കെ ഫസ്റ്റൊക്കെ ആക്കുമ്പോഴത്തേക്ക് തണുപ്പ് തുടങ്ങും. എന്നാലും ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ വെക്കുന്നതായിട്ട് അങ്ങ് കട്ടയായിട്ടിരിക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാനൊക്കത്തില്ല. അതേണ്ട ഇത് കണ്ടോ, വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട തടിയുടെ കൂട്ടായിരിക്കും. ഇത് നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടോ. ഇത് കണ്ട് വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പറ്റും. കണ്ടോ, വെളിച്ചെണ്ണ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടത്തി. വെളിച്ചെണ്ണയൊക്കെ ട്യൂബിൻ്റെ കൂട്ടാണ് വരുന്നു. നമുക്കൊരു സ്ഥലം തേങ്ങ ഒന്ന് മൂക്കാൻ വേണ്ടി ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ ഒരു വിധം മൂത്ത് വരുന്നു. തീയലിനായതുകൊണ്ട് അധികം മഞ്ഞ കളറാവണ്ട, എന്നാലും ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂൺ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, 1/2 സ്പൂണും മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആ മുളകിനകത്തോട്ട് ആ 1/2 സ്പൂണും മുളക് പൊടിയൊന്നും നല്ല പച്ചച്ചവ മാറുന്നിടം വരെ നമുക്കതൊന്നിട്ട് മൂപ്പിക്കാം. പിന്നെ നമുക്ക് ഇനിയും വേണ്ടിയത് നമ്മൾ ഇത്രയും 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇടും. ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് എരിവ് ഇച്ചിരി കുറവാണേലും പിന്നെ ചേർക്കാം. ഇപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വലുതായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. കുഞ്ഞൊക്കെ ഉണ്ട്, കുഞ്ഞിനൊക്കെ ഒരു ശകലം കൊടുക്കാൻ വേണ്ടി എരിവ് അധികം ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടി അത് നമ്മൾ വഴറ്റുമ്പോൾ ഉള്ളിക്കകത്തിടുന്നതേ ഉള്ളൂ, ഇതിനകത്ത് ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇച്ചിരി പിഴുപുളി എടുത്ത് വെള്ളത്തിൽ ഇടണം.
അപ്പം നമ്മുടെ തേങ്ങ എല്ലാം നമ്മൾ മൂപ്പിച്ച് ഒരുവിധം നല്ലോണം വേണ്ട ഒരു ഗോൾഡൻ കളറായി. ഇതിനി ഇവിടെ ഇരുന്ന് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിക്കകത്ത് ജാറിനകത്ത്. അപ്പം നമ്മുടെ കൊച്ചുള്ളി ഞാൻ ഒരു വിധത്തിൽ പൊളിച്ചെടുത്തു. എനിക്കിത് നമ്മളിവിടെ എല്ലാത്തിനും വലിയ ഉള്ളിയാണ് എടുക്കുന്നത്. ഇന്ന് ഞാൻ പക്ഷേ കൊച്ചുള്ളിയെല്ലാം പൊളിച്ചെടുത്ത് ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിക്കകത്തോട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കരിക്കണം. ഞാൻ എന്ത് ചെയ്ത് കഷ്ണിക്കുന്നില്ല. ഒരു കാര്യമുണ്ട്, ഇങ്ങനെ തന്നെ ഞാൻ അങ്ങ് പച്ചമുളകും കീറിയിട്ട് അടുപ്പിലോട്ട് വെച്ച് വേവിക്കും, മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട്. എന്നിട്ട് നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചാൽ മതി. ഉടച്ചിട്ട് കഴിയുമ്പോൾ തവിയിട്ടൊന്ന് ഉടച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കും. അപ്പം നമ്മുടെ പച്ചമുളകൊക്കെ എടുത്ത് ഞാനൊരു 5 പച്ചമുളക്, ഈ ചെറുതാ, അതാദ്യം കീറിയിടുക. 5 പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഉള്ളിയാണെങ്കിൽ ഒന്ന് കഴുകി വെച്ചേക്കുമല്ലേ, അത് നമുക്ക് എടുത്ത് ഈ ചട്ടിയിലോട്ടിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൊളക്കുന്നില്ലെന്ന്, ഞാൻ അതുപോലെ ചട്ടിക്കകത്തോട്ടിടും. അപ്പം നമുക്കൊന്ന് തവി വെച്ചൊന്ന് ഇങ്ങനൊന്ന് ഉടച്ചാൽ മതി. അപ്പം നമ്മൾ വേണ്ട ഉള്ളിയെല്ലാം ഇതിനകത്തോട്ടിട്ട് ഒരു 1/4 കിലോ ഉള്ളിയോളം ഉണ്ട്. നമ്മൾ ഉള്ളിയും പച്ചമുളകും മാത്രമല്ല, കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കരിവേപ്പില. അതിനകത്തോട്ട് നമുക്ക് വേണ്ട ഇത്രയും വെള്ളം കൂടെ ഒഴിക്കാം. ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം നമുക്ക് ഒരു ഇതുണ്ട്, ഇത്രയും സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കണം ഇനി. അന്നേരം നമ്മുടെ ഉള്ളി നമ്മൾ ദേണ്ടെല്ലാം എടുത്ത് വെച്ചത് നമുക്ക് ഈ അടുപ്പിലോട്ട് വെച്ച് നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കും. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിനിപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും കൂടെ വെച്ചിട്ടുള്ളൂ. ഇതിനിപ്പോൾ നമുക്കൊരടപ്പെടുത്തിട്ടൊന്ന് അടയ്ക്കാം, ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി നമ്മളെടുത്ത് ആ പുളിയെല്ലാം നമ്മൾ ഇട്ടൊന്ന് പിഴിഞ്ഞ് ഇവിടെ വെച്ചു. പിന്നെ നമ്മുടെ തേങ്ങ നമ്മൾ വറുത്തരച്ച് അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നല്ലോണം വറുത്തരച്ച് നമ്മൾ വെള്ളം തൊടിക്കാതാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. അപ്പം അത് നമുക്കിടാം. പിന്നെ ഇനി നമുക്ക് ആദ്യം ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ കൂട്ടാൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു ചെറിയ പ്ലേറ്റ് അടയ്ക്കാൻ വെച്ചത്. അപ്പം നമ്മുടെ കൂട്ടാനെല്ലാം നമുക്കൊന്ന് ഒരു തവി എടുത്ത് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നമ്മളെ ഉള്ളി നമ്മൾ അരിയാതല്ലേ ഇട്ടിരുന്നു. അപ്പം നമുക്ക് ആ ഉള്ളി ഒന്ന് ഇങ്ങനെ ഉടയ്ക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം ഉപ്പിടാം. ഒന്നാണ്ട് ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി നമ്മൾ അരിയാതല്ല നമ്മൾ ഉള്ളി ഇട്ടിരുന്നത്. നമ്മുടെ ഉള്ളി നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മതി, അങ്ങ് ഉടഞ്ഞോളും. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ പുളി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ തെളിവെള്ളം പുളിയുടെ ഒഴിക്കണം. നമ്മളിതിനകത്ത് അധികം വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് പുളി ഇട്ടു. ഇനി നമുക്കിതൊന്ന് നല്ലോണം വെട്ടിയൊന്ന് തിളക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ആ തീയലിൻ്റെ ഞാൻ ഈ വെള്ളം സൈഡിൽ കൂടെ പോകുമെന്നും പറഞ്ഞ് ഞാനൊരു ശകലഞ്ഞിട്ട് മാറ്റി വെച്ചു. അപ്പം നമുക്ക് തീയലിനെ ഒന്ന് തുറന്നു നോക്കിയിരുന്നേണ്ട അല്ല ഇതേ. അപ്പം നമുക്ക് ഇനിയും ഞാൻ ആ ഉള്ളിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉടച്ചെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമ്മുടെ തേങ്ങ അല്ല നമ്മുടെ വറുത്തരച്ച് വെച്ചിരുന്ന ഇതിലോട്ട് ഇട്ടു. നമ്മുടെ തേങ്ങ അല്ല നമ്മളിട്ടു. നമുക്കൊരു ശകലം വെള്ളത്തിലൊന്ന് കഴുകിയ ഇതൊന്ന് ഇടും. ഞാൻ ഒത്തിരി വെള്ളമൊന്നും എടുത്തില്ല, ഒരു ഇച്ചിരി വെള്ളത്തിൽ നമ്മൾ
നമ്മുടെ ഇതൊന്ന് അടപ്പൊന്ന് അപ്പം നമ്മുടെ തീയലിൻ്റെ എല്ലാം എടുത്ത് വെച്ചു. ഇനി അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമ്മുടെ തീയൽ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് പാത്രം മാറ്റി വെച്ചേക്കുന്നത് തിളച്ച് തൂവി അതിൻ്റെ ഗുണമില്ല പോകും. അപ്പം നമ്മുടെ കൂട്ടാനൊന്ന് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കൂടെ തീയൽ നല്ല അടിപൊളിയായിട്ട് തിളച്ചു എല്ലാം കുറുകി. അപ്പം ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കടുക് വറക്കണം. അപ്പം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. നല്ല അടിപൊളി തീയൽ, നല്ല കൊച്ചുള്ളിയുടെ തീയലല്ലേ, അപ്പം നല്ല രുചിയുണ്ട്. അപ്പം ഇനി നമ്മൾ ഇങ്ങോട്ടൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് വേറൊരു ഇതുപോലുള്ള ഞാനിതൊക്കെ നാട്ടിൽ നിന്ന് ഓച്ചറ അമ്പലത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേ ഇതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഒരു ചട്ടി ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഈ ചട്ടിയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നത്. നമ്മളതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഈ ചീനിച്ചട്ടി നല്ലോണം ചൂടായി. ഇനി നമുക്ക് അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഐസ് കട്ട പോലെ ആയിരിക്കും വെളിച്ചെണ്ണ. നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ ഇങ്ങോട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒരു ശകലം കടുക്, ഇത്രയും കടുക് കൊണ്ടിട്ട് ആ കടുകൊന്ന് വെളിച്ചെണ്ണ ഇട്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ തീയലിനെടുത്തതിൽ തന്നെ ഒരു 3 ഉള്ളി എടുത്തു, 2 വറ്റൽമുളകും കൂടെ നമ്മൾ അതും കൂടെ ഇതിനകത്തോട്ടില്ല. ഇതിൻ്റെ കൂടെ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പിലയും ചേർക്കാം. പക്ഷെ നമ്മൾക്കിപ്പോൾ ഇവിടെ വന്നപ്പം ഡൽഹി വന്നപ്പം കരിവേപ്പില ഇല്ല. ഇനിയും നമ്മളിവിടെ ഈ ബുധനാഴ്ച ബജാറുണ്ട്. അപ്പം നമ്മൾ ചെന്നാൽ ചിലപ്പം തണുപ്പായതുകൊണ്ട് അറിയത്തില്ല, ചൂട് സമയത്തൊക്കെ നമുക്കത് കരിവേപ്പില ഈ ഓരോ സ്ഥലത്തും ഒന്ന് ഓടിച്ചുകൊണ്ടൊക്കെ വരുന്നതായിരിക്കും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇന്നിപ്പം നമുക്ക് കരിവേപ്പില ഇപ്പം നമുക്ക് ഈ ഉള്ളി മാത്രം ഇതും ഒന്ന് മൂപ്പിച്ച് ഈ ഉള്ളി വറ്റൽമുളകും കടിയും കൂടെ മൂപ്പിച്ച് നമ്മളൊന്ന് ചേർക്കും. ഇങ്ങനെ തീയൽ വെച്ച് നോക്കിയാൽ നല്ല തീയലാണ്. നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഉള്ളി ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഇവിടെ നമ്മളെല്ലാം വലിയ ഉള്ളി വെച്ചാൽ എല്ലാ സാധനങ്ങളും വെക്കും. ഇന്ന് നാട്ടിലെ ഒരു തീയൽ വെച്ചൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇവിടുത്തെ ആഹാരങ്ങളൊക്കെ ഇനി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബാക്കി വീഡിയോയിലൊക്കെ ഇനി ഇവിടുത്തെ ആഹാരങ്ങളൊക്കെ ഇനി കാണിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയപ്പോൾ നമുക്ക് ചോറൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി ആയിരിക്കും. ചപ്പാത്തിയുടെ ആലുവിൻ്റെ ഉരുളൻകിഴങ്ങിൻ്റെ പൊറോട്ട, അതുപോലെ മൂലിയുടെ പൊറോട്ട, അങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊറോട്ട ഇനി നിങ്ങളെ ഞാൻ എല്ലാം കാണിക്കും. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉള്ളി വെച്ചിട്ട് തീയലാണ് വെച്ചത്. അപ്പം എനിക്കെല്ലാവരും കമൻ്റൊക്കെ ഇടണേ കേട്ടോ. കമൻ്റ് ഒന്നും ഇടത്തില്ല. കമൻറ്റും എനിക്ക് 560ഓളം ആൾക്കാർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളെ പോലുള്ള കൊച്ചു യൂട്യൂബുകാരൊക്കെ ഇങ്ങനെ വരുന്നതിന്. അപ്പം അത്രയും ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഷോർട്സൊക്കെ ഇട്ടാൽ 10,000-2000 ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരും കണ്ടങ്ങ് പോകത്തില്ല, ഒന്ന് നോക്കിയിട്ടങ്ങ് ഇതായിട്ടങ്ങ് അല്ലേ. നമ്മൾ കണ്ടാലേ അതിന് ഫലമുള്ളല്ലോ. പിന്നെ അപ്പം നമ്മൾ ഇതങ്ങ് തീ അങ്ങ് കെടുത്തിട്ട് നമുക്ക് ഇതെടുത്ത് നമുക്ക് ഈ അടുപ്പയിലോട്ട് വയ്ക്കാം. നമ്മുടെ തീയലിനകത്തോട്ട് നമ്മൾ അതെടുത്ത് ഭയങ്കര ചൂട്, ചട്ടിക്കായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നമ്മുടെ തീയലെല്ലാം നമ്മളതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. തീയലെല്ലാം നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് തീയൽ വെച്ച് നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ. നമ്മുടെ തീയൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. അങ്ങനെ തീയൽ വെച്ചു. ഇനി നിങ്ങളെല്ലാവരും ആ തീയലൊന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ. ഇനി ഞാൻ ഇവിടുത്തെ ഡൽഹിയിലാണ്. ഇനി ഇവിടുത്തെ ഓരോരോ ആഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ നിങ്ങളെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം തണുപ്പല്ലേ, അന്നേരം ഇങ്ങനെ ഉരുളൻകിഴങ്ങിൻ്റെയും അങ്ങനെ പല സാധനങ്ങളുടെ പൊറോട്ട വെറൈറ്റി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ.